ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.36% ഉയർന്നു. മരണനിരക്ക് 1.45%. രാജ്യവ്യാപകമായി കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണത്തിന് തയ്യാറെടുത്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത് 64,000-ഓളം രോഗികൾ. അതിതീവ്ര വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ നിരീക്ഷണം കർശനമാക്കിയതായി ആരോഗ്യവകുപ്പ്. വാളയാർ പീഡനക്കേസിൽ പുനർവിചാരണ വേണമെന്ന് കേരള ഹൈക്കോടതി. വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി റദ്ദാക്കി. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഗോവയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.36% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 21,314 പേർ രോഗമുക്തരാവുകയും പുതുതായി 18,088 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. നിലവിൽ 2,27,000-ഓളം പേരാണ് രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത്. ആകെ കേസുകളുടെ 2.19% മാത്രമാണിത്. കഴിഞ്ഞ ദിവസം 264 കോവിഡ് മരണം കൂടി രേഖപ്പെടുത്തിയതോടെ ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം 50,114 ആയി. 1.45% രാജ്യത്തെ കോവിഡ് മരണനിരക്ക്. രാജ്യവ്യാപകമായി കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണത്തിന് തയ്യാറെടുത്ത് കേന്ദ്ര സർക്കാർ. വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകി 10 ദിവസത്തിനകം വാക്സിൻ വിതരണത്തിന് സർക്കാർ സജ്ജമാണെന്ന് PIB അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ. നിയന്ത്രിതമായ രീതിയിൽ 2 വാക്സിനുകൾ ഉപയോഗിക്കാൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഞായറാഴ്ച അനുമതി നൽകിയിരുന്നു. അന്തിമ തീരുമാനമെടുക്കുന്നത് സർക്കാരാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. രാജ്യത്തെ എല്ലാ പ്രതിരോധ മരുന്നുകളും 4 പ്രധാന വാക്സിൻ സ്റ്റോറുകളിൽ എത്തിച്ചതിനു ശേഷം 37 സംസ്ഥാന വാക്സിൻ സ്റ്റോറുകളിലേക്ക് അയക്കും. അവിടെ നിന്ന് ജില്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലേക്കും അയക്കുമെന്നും ആരോഗ്യ സെക്രട്ടറി അറിയിച്ചു. കർണാൽ, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് രാജ്യത്തെ 4 പ്രധാന വാക്സിൻ സംഭരണ കേന്ദ്രങ്ങൾ. വാക്സിനുകൾ വൻതോതിൽ ഇവിടെ സംഭരിക്കുകയും ആവശ്യാനുസരണം മറ്റ് കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയും ചെയ്യും. നിലവിൽ കോവിഡ് ബാധിതരായിട്ടുള്ളവരിൽ 43.5% പേരാണ് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സയിലുള്ളത്. 10 ലക്ഷം പേരിൽ 167 പേർ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ചികിത്സയിലുള്ള രോഗബാധിതർ. ദശലക്ഷത്തിൽ 108 എന്ന കണക്കിനാണ് മരണനിരക്ക്. രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ കുറവുണ്ടായിട്ടുണ്ട്. നിലവിൽ 2.5 ലക്ഷത്തോളം പേർ മാത്രമാണ് ചികിത്സയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ മെഡിക്കൽ ഓക്സിജൻ ഉൽപാദന പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ PM കെയേഴ്സ് ഫണ്ടിൽ നിന്നും 201.58 കോടി രൂപ അനുവദിക്കും. 154.19 മെട്രിക് ടൺ ശേഷിയുള്ള 162 മെഡിക്കൽ ഓക്സിജൻ ജനറേഷൻ പ്ലാന്റുകളാണ് 32 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി സ്ഥാപിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വതന്ത്ര സംഘടനയായ സെൻട്രൽ മെഡിക്കൽ സപ്ലൈ സ്റ്റോറിനാണ് പദ്ധതി നിർവഹണ ചുമതല. കേരളത്തിൽ നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 63,802 ഉയർന്നു. ഇന്നലെ 5,615 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിക്കുകയും 4,922 പേർ രോഗമുക്തരാവുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ രോഗമുക്തരുള്ളത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ്. അതിനിടെ ഇന്നലെ 24 കോവിഡ് മരണം കൂടി രേഖപ്പെടുത്തി. ഇതോടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3,184 ആയി. കേരളത്തിൽ അതിതീവ്ര കൊറോണ വൈറസിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നിരീക്ഷണം കർശനമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. അടുത്തിടെ UK-യിൽ നിന്നും വന്ന 41 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 6 പേരിൽ ജനിതക വകഭേദം സംഭവിച്ച വൈറസിനെ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8,68,00,000 കടന്നു. 6,15,00,000-ലധികം പേർ രോഗമുക്തരായി. 2.34 കോടിയോളം പേരാണ് ഇപ്പോൾ ലോകത്ത് വിവിധയിടങ്ങളിലായി കോവിഡ് ചികിത്സയിലുള്ളത്. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള അമേരിക്കയിൽ നിലവിൽ 83 ലക്ഷത്തിലേറെ പേർ ചികിത്സയിലുണ്ട്. ബ്രസീൽ, UK, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. കൊറോണ വൈറസിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് നിയോഗിച്ച വിദഗ്ധ സംഘത്തിന് പ്രവേശന അനുമതി നൽകാത്ത ചൈനയുടെ നിലപാടിൽ ലോകാരോഗ്യ സംഘടന ഖേദം രേഖപ്പെടുത്തി. ആരോഗ്യ വിദഗ്ധർ അടങ്ങുന്ന സംഘം ഇതിനകം യാത്ര തിരിച്ചതായും എന്നാൽ ചൈനീസ് അധികൃതർ രാജ്യത്ത് പ്രവേശന അനുമതി ഇതുവരെ നൽകിയിട്ടില്ലെന്നും WHO തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയാസിസ് പറഞ്ഞു. കൊറോണ വൈറസിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് ലോകാരോഗ്യ സംഘടന പ്രഥമ പരിഗണനയാണ് നൽകുന്നത്. എത്രയും വേഗം ഈ ദൌത്യം നിറവേറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
വിദഗ്ധ അനുമതി നൽകുമെന്നാണ് ചൈനീസ് ഭരണകൂടം നേരത്തെ അറിയിച്ചിരുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കേരളത്തിൽ വാളയാർ പീഡനക്കേസിൽ പുനർവിചാരണ വേണമെന്ന് ഹൈക്കോടതി. വിചാരണ കോടതിയുടെ വിധി റദ്ദാക്കിയ ഹൈക്കോടതി കുട്ടികളുടെ അമ്മയുടെയും സംസ്ഥാന സർക്കാരിന്റെയും അപ്പീൽ അംഗീകരിച്ചു. ആവശ്യമെങ്കിൽ കൂടുതൽ സാക്ഷികളെയും പ്രതികളോട് ഈ മാസം 20-ന് വിചാരണ കോടതിയിൽ ഹാജരാകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ മാസങ്ങളുടെ വ്യത്യാസത്തിൽ തൂങ്ങി മരിച്ചതായി കണ്ടെത്തിയതാണ് വാളയാർ കേസിന് ആധാരം. പക്ഷിപ്പനി പകരുന്നത് തടയുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും അടിയന്തരമായി കൈക്കൊള്ളാൻ കേന്ദ്രം സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടു. കേരളം, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നിർദ്ദേശം. അസുഖം മനുഷ്യരിലേക്കും വളർത്തുമൃഗങ്ങളിലേക്കും പക്ഷികളിലേക്കും പകരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പക്ഷികളിൽ അസുഖ ലക്ഷണം ഉണ്ടോ എന്ന് നിരീക്ഷിക്കാനും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കന്നുകാലികളിൽ നിന്ന് പക്ഷികളിലേക്കും തിരിച്ചും പടരാൻ സാധ്യതയുള്ള H5N1 സ്ഥിരീകരിച്ചതായും പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് റെയിൽ യാത്രാക്കൂലി വർദ്ധിപ്പിക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. യാത്രാക്കൂലി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ പരിഗണനയിൽ ഇല്ലെന്നും റെയിൽവേ വ്യക്തമാക്കി. അതിനിടെ റെയിൽവേയുടെ ചരക്ക് നീക്ക വ്യവസായ വികസന പോർട്ടൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ രാജ്യത്തിന് സമർപ്പിച്ചു. റെയിൽവേയുമായുള്ള വ്യാപാര സംബന്ധമായ പ്രവർത്തനങ്ങൾ കൂടുതൽ ലളിതവൽക്കരിക്കുന്നതിന് പുതിയ പോർട്ടൽ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഗോവയെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ ബംഗളൂരു FC പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തിരിച്ചെത്തി. പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്തുള്ള ബംഗളൂരുവിന്റെ തുടർച്ചയായ 3-ാം തോൽവിയായിരുന്നു ഇത്. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ മുതൽ. ഇന്ത്യൻ സമയം പുലർച്ചെ 5-ന് സിഡ്നിയിലാണ് മത്സരം. രോഹിത് ശർമ്മ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. മെൽബണിലെ ജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് അജിങ്ക്യ രഹാനെയുടെ ഇന്ത്യൻ സംഘം നാളെ ഇറങ്ങുന്നത്. ഗുജറാത്തിൽ ഈ മാസം അവസാനത്തോടെ 4000 ഗ്രാമങ്ങളെ കിസാൻ സൂര്യോദയ യോജനയുടെ കീഴിൽ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വിജയ് രൂപാനി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷമാണ് ഗുജറാത്തിൽ കിസാൻ സൂര്യോദയ യോജനയ്ക്ക് തുടക്കം കുറിച്ചത്. 2022ഓടെ എല്ലാ ഗ്രാമങ്ങളെയും പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരികയാണ് ഗുജറാത്ത് സർക്കാരിന്റെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 1 ലക്ഷം കർഷകരെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1,90,000 കർഷകരെയാണ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഖത്തർ ഉപരോധം നീക്കുന്നതിനുള്ള ഗൾഫ് സഹകരണ കൌൺസിലിന്റെ കരാറിൽ ഗൾഫ് നേതാക്കൾ ഒപ്പുവച്ചു. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും സ്ഥിരതയ്ക്കും വഴിയൊരുക്കുന്ന കരാറിലാണ് ഒപ്പുവച്ചത്. സൌദിയിലെ പൈതൃക നഗരമായ അൽ ഉലയിൽ ചേർന്ന ഗൾഫ് സഹകരണ കൌൺസിലിന്റെ 41ാമത് യോഗത്തിലാണ് ചരിത്രപരമായ തീരുമാനമുണ്ടായത്. ഖത്തറുമായുള്ള അതിർത്തികൾ വീണ്ടും തുറക്കുന്നതായി സൌദി അറേബ്യ യോഗത്തിന് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയിലെ ജോർജിയയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഉറ്റുനോക്കി ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കുകളും. US സെനറ്റിൽ മേൽക്കൈ ആർക്കായിരിക്കും എന്ന് ഈ തെരഞ്ഞെടുപ്പ് വിജയം തീരുമാനിക്കും. നിലവിൽ മുന്നിട്ട് നിൽക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വിജയിച്ചാൽ ഭൂരിപക്ഷം ലഭിക്കും. എല്ലാ സെനറ്റ് ലെജിസ്ലേറ്റീവ് സമിതികളിലും ഭൂരിപക്ഷം ലഭിക്കാൻ ഇതോടെ പാർട്ടിക്ക് സാധിക്കും. കോവിഡ്-19-നെതിരെയുള്ള മൊഡേണ വാക്സിന് ഇസ്രായേൽ അനുമതി നൽകി. അമേരിക്കയ്ക്കും കാനഡയ്ക്കും ശേഷം മൊഡേണ വാക്സിന് അംഗീകാരം നൽകുന്ന 3ാമത്തെ രാജ്യമാണ് ഇസ്രായേൽ. മൊഡേണ വാക്സിന്റെ 6 ദശലക്ഷം ഡോസ് ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം സ്വീകരിച്ചതായി US ബയോടെക് കമ്പനി അറിയിച്ചു. ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 9 പോയിന്റ് നഷ്ടത്തിൽ 48,428-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തിൽ 14,212-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 38,400 രൂപയും ഗ്രാമിന് 4,800 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.36% ഉയർന്നു. മരണനിരക്ക് 1.45%. രാജ്യവ്യാപകമായി കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണത്തിന് തയ്യാറെടുത്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത് 64,000-ഓളം രോഗികൾ. അതിതീവ്ര വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ നിരീക്ഷണം കർശനമാക്കിയതായി ആരോഗ്യവകുപ്പ്. വാളയാർ പീഡനക്കേസിൽ പുനർവിചാരണ വേണമെന്ന് കേരള ഹൈക്കോടതി. വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി റദ്ദാക്കി. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഗോവയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.